സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക്. നമ്മുടെ കേട്ടറ്റിൻ്റെ റിസൾട്ട് നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് കാത്തിരുന്ന ആ ഒരു കേട്ടറ്റ് എക്സാമിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ ചെയ്ത ആ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിസൾട്ടിന് ആ ഒരു വീഡിയോയുടെ കമൻറ്റുകളിൽ ഒരുപാട് ആളുകൾ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തു എന്നുള്ള ഒരു വിവരം കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ മെസ്സേജിലൂടെയും ഒരുപാട് ആളുകൾ ആ ഒരു സന്തോഷം നമ്മളെ അറിയിക്കുന്നുണ്ട്, വിളിച്ചിട്ടും അറിയിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെയുള്ള ഒരു സന്തോഷം നിങ്ങളെ തിരിച്ചും അറിയിക്കുകയാണ്. അപ്പോൾ ആ ഒരു കമൻറ്റുകളും മെസ്സേജസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു തവണത്തെ കേട്ടറ്റ് എക്സാം ഒരുപാട് ആളുകൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അത് കേട്ടറ്റ് കാറ്റഗറി 1 മുതൽ 4 വരെയുള്ള അല്ലേ, എല്ലാ കാറ്റഗറിയിലും ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒന്നിലധികം കാറ്റഗറിയൊക്കെ അപ്ലൈ ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്തതിൽ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നിങ്ങളെല്ലാവരെയും ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കുമുള്ള ഒരു ആശംസ അറിയിക്കുകയാണ്. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മുന്നേ തന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾ ക്വാളിഫൈ ചെയ്ത ആളുകളുണ്ടാവും ഈ ഒരു വീഡിയോ കാണുന്നത്, അതുപോലെ തന്നെ ഇത്തവണ ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത ആളുകളും കാണുന്നുണ്ടാവും. അപ്പോൾ രണ്ടുപേർക്കും വേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്വാളിഫൈ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട് നിങ്ങൾ എത്രത്തോളം മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്, ഇത്തവണത്തെ കേട്ടറ്റ് എക്സാമിന് എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് അറിയിക്കണം. അത് ഏത് കാറ്റഗറിയിലാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്ത് അവിടെ രേഖപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അത് വളരെ സന്തോഷമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്തായാലും ക്വാളിഫൈ ചെയ്തു. അപ്പോൾ ആ ചെയ്ത സമയത്ത് ആ ഒരു സന്തോഷം നമ്മുടെ മെസ്സേജസൊക്കെ ആയിട്ട് അറിയിക്കുക എന്നുള്ളത്, അത് കാണുമ്പോഴുള്ള സന്തോഷം നമുക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം ചെറിയ ഒരു ഭാഗം നിങ്ങളുടെ വിജയത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗമായി മാറാൻ നമുക്കും പറ്റിയിട്ടുണ്ട്. അതും വളരെ അധികം സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. എന്നാൽ ഇത്രയോളം സന്തോഷത്തിൻ്റെ കൂടെ തന്നെ ചെറിയ മാർക്കുകളൊക്കെ ഇത്തവണ ക്വാളിഫൈ ചെയ്ത് പോകാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് അതിയായ വിഷമം ഉണ്ടാക്കുന്ന ഒരു വേള തന്നെയാണ് അല്ലേ. എങ്കിലും സംശയം പേടിക്കാനൊന്നുമില്ല, നമുക്ക് എന്താണ് വരും ദിവസങ്ങളിൽ പുതിയ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഓക്കെ, അപ്പോൾ ക്വാളിഫൈ ചെയ്ത ആളുകൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഇനി എന്താണ് നമ്മുടെ മുന്നിലുള്ളത്, നമ്മൾ എക്സാം എന്തായാലും ക്വാളിഫൈ ചെയ്തു, നമുക്ക് റിസൾട്ടൊക്കെ വന്നു, നമ്മൾ നല്ല മാർക്കിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് പോയവരാണ്, ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടല്ലോ. അപ്പോൾ അതിന് ഭാഗമായിട്ട് തന്നെ ഇനിയിപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ്. അതായത് കേട്ടറ്റ് എക്സാം നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അത് കിട്ടണമെങ്കിൽ അതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. ഒരുപാട് ആളുകൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. എങ്കിലും ആദ്യമായിട്ട് എഴുതിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കേട്ടറ്റിൻ്റെ ഈ ഒരു വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് അതൊരു ചെറിയൊരു സമയത്ത് ഒരു ചെറിയൊരു പ്രോസസ്സ് മാത്രമാണ്. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മുടെ പരീക്ഷാ ഭവനെ ഒന്ന് മനസ്സിലാക്കണം, ഒന്ന് കൃത്യമായിട്ടൊന്ന് വെരിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ഏത് സ്കൂളിലാണോ ആ സ്കൂളിൻ്റെ പരിധിയിൽ വരുന്ന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ചിട്ടായിരിക്കും നമ്മുടെ വെരിഫിക്കേഷൻ നടക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പോകണം. അവിടെ നിന്ന് ഒരു ഫോം നിങ്ങൾക്ക് തരും, അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വെരിഫൈ ഒക്കെ ചെയ്തിട്ട് തിരിച്ചു വരാം. പോകുന്ന സമയത്ത് നമുക്ക് വളരെ പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവണം. അതായത് ഒന്ന്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാത്തിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം, അതിൻ്റെയൊക്കെ കോപ്പിയും നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളുടെ റിസൾട്ട് വന്നപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു കോപ്പി നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങളെടുത്ത് കയ്യിൽ സൂക്ഷിക്കണം. പിന്നെ നമ്മുടെ എക്സാമിന് പോയ സമയത്ത് ഉണ്ടായിരുന്നു നമ്മുടെ എക്സാം ഹോൾ ടിക്കറ്റ് ഉണ്ടല്ലോ, അഡ്മിഷൻ ടിക്കറ്റ്, അത് ഇൻവിജിലേറ്റർ സൈൻ ചെയ്തിട്ടുള്ള അഡ്മിഷൻ ടിക്കറ്റ് തന്നെ നിങ്ങളുടെ കയ്യിൽ ആവശ്യമുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ എന്തായാലും പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത്. അപ്പോൾ തോന്നും എപ്പോഴായിരിക്കും വെരിഫിക്കേഷൻ ഉണ്ടാവുക എന്നുള്ള സംശയം ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും. ഇനി വളരെ പെട്ടെന്ന്, സാധാരണ റിസൾട്ട് വന്നാൽ ഒരു 7 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ മാക്സിമം ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ ഈ പറയുന്ന വെരിഫിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അത് നമുക്ക് ഒഫീഷ്യലി നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കും. കാരണം പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റിൽ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ അവർ ഔട്ട് ചെയ്യാറുണ്ട്. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂസ് പേപ്പറിൽ നിങ്ങൾക്ക് ഓരോ സ്ഥലത്തും നിങ്ങളുടെ പരിധിയിലുള്ള നിങ്ങൾ ഏത് സ്ഥലത്താണോ എക്സാം അറ്റൻഡ് ചെയ്തത് അതിൻ്റെ പരിധിയിലുള്ള ന്യൂസ് പേപ്പറുകളിലാണ് ഇതിൻ്റെ അറിയിപ്പുകൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് ഇനിയിപ്പോൾ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ അറിയിപ്പുകളൊക്കെ ലഭിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഒന്ന് അയച്ചു തരുവാണെങ്കിൽ നമുക്കതെല്ലാം കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ചെറിയൊരു ഒരു നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിലിൻ്റെ കാര്യങ്ങൾ മറ്റൊരു സെഷനിൽ പറയാം, എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഹോൾ ടിക്കറ്റ് മിസ്സായ ആളുകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവിജിലേറ്റർ സൈൻ ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ സോഫ്റ്റ് കോപ്പി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ എക്സാം എവിടെ വെച്ചിട്ടാണ് എഴുതിയത് ആ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഹെഡ് നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിൻ്റെ സൈൻ ചെയ്ത് തരും. അത് എടുത്ത് നിങ്ങൾ ആ സമയത്ത് വെരിഫിക്കേഷന് പോയാൽ മാത്രം മതി. ഓക്കെ, അതിന് മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾ സ്ഥലത്തില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും, അബ്രോഡുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഈ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് പിന്നീട് വെരിഫിക്കേഷൻ നടക്കുമ്പോൾ
ആ സമയത്ത് നിങ്ങൾക്ക് പോയാലും മതി. ഓക്കെ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വന്ന റിസൾട്ടിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ കുറച്ച് പേര് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് നമ്മുടെ 2023 കഴിഞ്ഞ ആ ഒരു എക്സാമിൻ്റെ ഒരു 2 മാർക്ക് കൂട്ടിയതിൻ്റെ ഭാഗമായിട്ട് കാറ്റഗറി 1 ക്വാളിഫൈ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ വെരിഫിക്കേഷൻ ഇനിയിപ്പോൾ എപ്പോഴാണോ വിളിക്കുന്നത് ആ സമയത്ത് പോകാം. എന്ന് വെച്ചാൽ 2012 മുതൽ ഇപ്പോൾ ഈ കഴിഞ്ഞ എക്സാം വരെയുള്ളതിൻ്റെ ഇടയിൽ ഇതുവരെയും വെരിഫിക്കേഷൻ നടത്താത്ത ആരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് ആ ഒരു പറയുന്ന സമയത്ത് നിങ്ങൾക്ക് DOയിലേക്ക് പോയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം തന്നെ ചെയ്യാം. അപ്പോൾ ക്വാളിഫൈ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളാണ് ഇനി നിങ്ങളുടെ മുന്നിലുള്ളത്. ഒന്ന് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ്, രണ്ടാമത്തത് അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ആ സമയം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരെയും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടതാണ് ഈ ഹോൾ ടിക്കറ്റ്, അതുപോലെ തന്നെ ഈ റിസൾട്ടിൻ്റെ കോപ്പിയൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ. അതാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കാറ്റഗറി 3 ഒക്കെ ക്വാളിഫൈ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന HSA എക്സാമിനൊക്കെ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടി പറ്റും. ഓക്കെ. അതിന് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് പഠിച്ചു പോകുന്നത് നല്ലതായിരിക്കും. ഇനി ബാക്കിയുള്ളവർ കുറച്ച് കാര്യങ്ങളൊന്ന് ക്വാളിഫൈ ചെയ്ത് പോകാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ടല്ലോ അല്ലേ. റിസൾട്ട് വരാത്ത ഒരുപാട് ആളുകളുണ്ടെന്ന് മനസ്സിലായി. അതായത് എന്താണ്, നിങ്ങളുടെ OMR അല്ലേ, OMR ഷീറ്റ് ഈസ് ഇൻവാലിഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻവാലിഡ് OMR ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് തീരെ വരാത്ത കുറേ ആളുകൾക്ക് അങ്ങനെ ഒരു പേപ്പർ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അതിൻ്റെ റീസണായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഒന്നെങ്കിൽ നിങ്ങൾ എന്താണ് പിന്നെ രജിസ്റ്റർ നമ്പർ ബബിൾ ചെയ്തത് തെറ്റായിട്ടാണ് ചെയ്തത്, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പാർട്ട് 2 ലാംഗ്വേജസ് ഒക്കെ മാറിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ലാംഗ്വേജസിൻ്റെ ഭാഗത്ത് നിങ്ങളൊന്നും ബബിൾ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കുറേ മിസ്റ്റേക്കുകളും ഉണ്ട്. ഒരുപാട് മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടും നല്ലൊരു റിസൾട്ട് വരാത്ത ഒരുപാട് ആളുകളുണ്ട്. അത് ചെറിയൊരു അശ്രദ്ധ ആയിരുന്നു. അവർക്ക് മുന്നിൽ ഇനി മറ്റൊരു സൊല്യൂഷനും ഇല്ല. എന്ത് ചെയ്യണം, വരുന്ന പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. രണ്ടാമത്തെ വിഭാഗം ആളുകൾ എന്ന് വെച്ചാൽ ഒരു മാർക്കിനൊക്കെ ക്വാളിഫൈ ചെയ്ത് പോകാൻ പറ്റാത്ത ആളുകളുണ്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ 90 വേണ്ട ആളുകളാണെങ്കിൽ, 90 വേണ്ടവരാണെങ്കിൽ 89 സ്റ്റോപ്പ് ചെയ്ത ആളുകളുണ്ടാവും. വളരെ സങ്കടമാണ്. പിന്നെ 82 അല്ലേ, പിന്നെ ഈ പറഞ്ഞ റിസർവേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ 82 82 മാർക്കേ വേണ്ടു. പക്ഷേ അതും 80 81 ആ റേഞ്ചിലൊക്കെ സ്റ്റോപ്പ് ചെയ്ത് പോയ ആളുകളുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുണ്ടാവും. പിന്നീട് എന്താണ്, നമുക്ക് എപ്പോഴും കുറച്ച് 2-3 മാർക്കിനൊക്കെ എപ്പോഴും ഇങ്ങനെ പോകുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക് ഇത്തവണയും ക്വാളിഫൈ ചെയ്ത് പോകാൻ പറ്റാത്തവരുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. വീട്ടിൽ നിന്നൊക്കെയുള്ള കളിയാക്കലും നാട്ടുകാരുടെ കളിയാക്കലും അങ്ങനെയൊക്കെ ഞാൻ കണ്ടു. കുറച്ച് കമൻറ്റൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ നോക്കി വരുന്നതേ ഉള്ളൂ. റിപ്ലൈ ഇടും, എല്ലാ കമൻസിനും റിപ്ലൈ ചെയ്യും. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. പിന്നീട് മനസ്സിലായ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് തവണകളായിട്ട് ഈ പറഞ്ഞ എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെന്ന് മനസ്സിലായി. അതായത് കാറ്റഗറി 1 ആയാലും 2 ആയാലും 3 ആയാലും 4 ആയാലും ഒരുപാട് വർഷം 10 വർഷം 10 തവണ 13 തവണ 15 തവണയൊക്കെ എഴുതിയിട്ടും ഇത്തവണയും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടുന്നവരെ അറ്റൻഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. കിട്ടുന്നവരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യുക. അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വരുന്ന വെച്ചാൽ ഈ മന്ത് ലാസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ 1 ആയിട്ട് വരും. ഡിസംബറിൽ എക്സാം നടക്കും. ആ രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി സ്റ്റോപ്പ് ചെയ്യേണ്ട, അങ്ങ് പഠിച്ചു തുടങ്ങും. ഓക്കെ. ഒന്നും വരാനോ നോട്ടിഫിക്കേഷൻ വരാനോ ഒന്നിനും കാത്തിരിക്കേണ്ട. എന്തായാലും എക്സാം ഡിസംബറിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങ് പഠിച്ചു തുടങ്ങാം. 3 മാസം നിങ്ങൾക്ക് കറക്റ്റായിട്ട് പഠിക്കാൻ കിട്ടും. ആ സമയത്ത് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. എന്തായാലും പോയത് പോയി. നമുക്ക് 1 മാർക്കായാലും 2 മാർക്കായാലും ഇനിയിപ്പോൾ 10 മാർക്കിന് പോയാലും 10 തവണ എഴുതിയതായാലും എത്രയായാലും നമ്മളെ ആ ഒരു ചാൻസ് പോയല്ലോ, നമ്മൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ആലോചിച്ചിട്ട് കാര്യമില്ല. കാര്യം നമുക്ക് വിഷമം തന്നെയാണ്, പക്ഷേ നമുക്ക് അതിനോട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അതിന് തൽക്കാലം ആ വിഷമത്തെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇനി വീണ്ടും എന്ത് ചെയ്യുക, A to Z നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്, സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ സ്കോർ ചെയ്ത ഒരുപാട് ആളുകൾ ഉണ്ട് ഈ ഒരു എക്സാമിൽ. അതായത് കഴിഞ്ഞ തവണത്തെ എക്സാം വരെയും 2, 3, 4 തവണ അല്ലെങ്കിൽ അതിലധികം തവണയൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. അന്ന് അതുപോലെ ഡൗൺ ആയിരുന്നു, പക്ഷെ അവർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു, പഠനം തുടർന്നു. അങ്ങനെ ഈ ഒരു കഴിഞ്ഞ എക്സാമിൽ ഇപ്പം വന്ന റിസൾട്ട് ക്വാളിഫൈ ചെയ്ത ആളുകളും ഉണ്ട് അല്ലേ. അതൊക്കെ വളരെ വളരെ പിന്നെ എന്താണ് സന്തോഷമായിരിക്കും അത്തരത്തിലുള്ള ആളുകൾക്ക്. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു സന്തോഷം അടുത്ത എക്സാമിന് ഉറപ്പായിട്ടും ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് തവണ എഴുതി കിട്ടുന്നില്ല, ശരിയാണ്. പക്ഷേ ഇപ്പം ക്വാളിഫൈ ചെയ്ത് പോയിട്ടുള്ളതിൽ ഒരു പകുതിയിലധികം ആളുകളും ഇതിന് മുന്നേ പല തവണയായിട്ട് കിട്ടാതെ പോയവരാണ്. അവരായിരിക്കും ഇത്തവണ ക്വാളിഫൈ ചെയ്ത് പോയിട്ടുണ്ടാവുക. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം ആളുകളും അങ്ങനെയൊക്കെയുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. എത്രാമത്തെ തവണയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് രീതിയിലൊക്കെയാണ് നിങ്ങൾ ചെയ്തതെന്നൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് എഴുതുവാണെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് അത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ടിട്ടൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ക്വാളിഫൈ ചെയ്ത് പോയവരും ഇനി ചെയ്യാൻ ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾക്ക് അറിയാമോ നിങ്ങളുടെ കാര്യങ്ങൾ. അപ്പോൾ പല ബുദ്ധിമുട്ടുകളെല്ലാവരുണ്ടാവും. ചെറിയ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ട്, വീട്ടിലെ ബുദ്ധിമുട്ട്, തീരെ സപ്പോർട്ടില്ലാത്ത ഫാമിലി, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊരു ടൈം കറക്റ്റായിട്ടൊന്ന് മാറ്റി വെക്കാൻ ശ്രമിക്കുക. ഒരു ദിവസം 1 മണിക്കൂർ വെച്ചിട്ടെങ്കിൽ ഇനി എന്ത് ചെയ്യുക, ഇന്ന് മുതൽ അല്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ പഠിക്കുക. അങ്ങനെ പഠിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ചെയ്യണം, നമ്മുടെ ക്വസ്റ്റിൻ്റെ പാറ്റേൺ മാറിയിട്ടൊന്നുമില്ല. പക്ഷേ ചിലപ്പോൾ ടഫൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടാകും. കാറ്റഗറി 3 കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ബാക്കിയൊക്കെ സെയിം പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെ ക്വസ്റ്റ്യൻ വരുന്നു എന്നല്ലാതെ നമ്മളെ അങ്ങനെ വലിയൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടൊന്ന് എങ്ങനെയൊക്കെ
എന്തൊക്കെ വേണം കീറി മുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാം മുന്നോട്ടേക്ക്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ക്വാളിഫൈ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു പഠന രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റായിട്ട് എഴുതാം. ടൈപ്പ് ചെയ്യൽ ബുദ്ധിമുട്ടാണ്, എന്നിരുന്നാൽ പോലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അത് ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ വായിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ പിന്നെ എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യം നിങ്ങൾ നമ്മളെ അറിയിക്കണം. അത് ഏത് കാറ്റഗറിയിലാണെന്നുള്ളതും അറിയിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ അല്ല അതിലധികം അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, അറിയിക്കുക. ഓക്കെ, നിങ്ങൾ പല സോഴ്സുകൾ ഉപയോഗിച്ച് പഠിച്ചവരായിരിക്കും, എന്നിരുന്നാലും നമ്മളും ചെറിയൊരു ഭാഗമായി എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന കമൻറ്റ് മെസ്സേജൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കിയത്. അതിൻ്റെ ഒരു സന്തോഷം വളരെ അധികം തന്നെയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാനുള്ളത്, പിന്നെ കുറച്ച് പേര് ഒരു മെസ്സേജ് ഒരു 1-2 ആണെന്ന് തോന്നുന്നു നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ മാർക്ക് പിന്നെ ആഡ് ചെയ്യുമല്ലോ, എന്തായാലും സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ആഡ് ചെയ്യും. പക്ഷേ അത് കുറച്ച് പേർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതായത് നിങ്ങളുടെ കയ്യിൽ കാർബൺ കോപ്പി ഉണ്ടല്ലോ എക്സാം അറ്റൻഡ് ചെയ്തത്, അത് വെച്ച് കൃത്യമായി നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കി. പക്ഷേ 83 ഒക്കെ ഉണ്ട്, പക്ഷേ നമുക്കെന്തില്ല ഡിലീറ്റ് ചെയ്ത മാർക്ക് നമുക്ക് തന്നിട്ടില്ല, കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ യാതൊരു സംശയം വേണ്ട, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരീക്ഷാ ഭവനുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അവർ പറയുന്നത് പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരാതികളൊക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ കാർബൺ കോപ്പി, നിങ്ങളുടെ റിസൾട്ട് കോപ്പി ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡീറ്റെയിൽ ആയിട്ട് അതൊന്ന് മെയിൽ ചെയ്തിട്ടോ, അവരെ നമ്മുടെ പരീക്ഷ ഹോമിൽ അവർ മെയിൽ ID ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്കൊരു പരാതിയായിട്ട് നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. ചിലപ്പോൾ അതിന് സൊല്യൂഷൻ ഉണ്ടായേക്കാം, ചിലപ്പോൾ അല്ല, സൊല്യൂഷൻ എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ആദ്യം തന്നെ പരീക്ഷ ഹോമിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ. ഓക്കെ, ഒരു കമൻറ്റ് ഒരു മെസ്സേജ് ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാം. നമുക്ക് ചിലപ്പോൾ 2 മാർക്ക് കിട്ടിയാൽ നമ്മൾ ഒരു അവസരം കളയണ്ടല്ലോ, പിന്നെ വീണ്ടും നമ്മൾ തയ്യാറെടുപ്പുകളൊന്നും നടത്തണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇതിൻ്റെ കൂടെ. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പറയുന്നത്. എന്നിരുന്നാലും ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾ നല്ലൊരു ഹാർഡ് വർക്ക്, നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു, ടൈം വെച്ച് പഠിച്ചു, നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, അവസാന നിമിഷങ്ങളൊക്കെ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു റിസൾട്ട് വന്നത്, അങ്ങനെ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള എല്ലാവർക്കും നന്നായിട്ട് പഠിച്ച എല്ലാവർക്കും ഒരു ആശംസ നമ്മൾ അറിയിക്കുകയാണ്. അപ്പോൾ അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.